സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് 2 സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് CZUല്. പേര് പേര് അമീർ. എന്റെ പേര് അനസ്. ഏതാണ് സബ്ജക്ട്? ITB. രണ്ടുപേരും ITB ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ അടുത്ത് എംബസിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, എങ്ങനെയായിരുന്നു എംബസിയിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, നമുക്ക് 1 by 1 ആയിട്ട് ചോദിക്കാം. ആദ്യം നമുക്ക് അനസിന്റെ ചോദിക്കാം. അനസേ, എങ്ങനെ എന്റെ ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക്കാം. എന്റെ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് കാര്യങ്ങള് എന്താണെന്നൊക്കെ ഉള്ളത്. ഇത് എവിടുന്നാണ് വരുന്നത്? നാട് കണ്ണൂര് തളിപ്പറമ്പ്. കണ്ണൂർ തളിപ്പറമ്പ്. നേരെ മാസ്റ്റേഴ്സിനാണ് വന്നത്. മാസ്റ്റേഴ്സിന് സെപ്റ്റംബർ ഇൻടേക്ക്. എന്റെ എനിക്ക് എന്തൊക്കെയാണ് എംബസി? ഇപ്പൊ എല്ലാരും പറഞ്ഞു എംബസിയിൽ പണ്ടത്തെ പോലെ വെറുതെ സബ്മിഷൻ മാത്രമൊന്നുമല്ല, ഇന്റർവ്യൂ ഉണ്ട്, കാര്യങ്ങൾ ബയോമെട്രിക്സ് പണ്ടുണ്ടായി. ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു. ഞങ്ങളെ സമയത്ത് വെറും ബയോമെട്രിക്സും ഡോക്യുമെന്റ് സബ്മിഷൻ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഇന്റർവ്യൂ, എൻട്രൻസ് എക്സാം, അങ്ങനത്തെ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഏത് മാസത്തിലാണ് എൻ്റെ എംബസിയിൽ പോയത്? ആ സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ പ്രോസസ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായത് നവംബറിലാണ്. നവംബർ 3-ന്. അതായത് 25 നവംബർ 3-നാണ് ഡൽഹിയില്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു സംഭവം? എനിക്കാണ് അപ്പോയിന്റ്മെന്റ് ഉണ്ടായത്. ഓക്കെ. പിന്നെ അപ്പോൾ ഫസ്റ്റ് എന്താ പറയാ, ബയോമെട്രിക്സ് കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സ് കഴിഞ്ഞ് ഓരോന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് എക്സാമിന് വിളിക്കും. ബയോമെട്രിക്സും എമൗണ്ട് എല്ലാം പേ ചെയ്തതിന് ശേഷം പുറത്തേക്കാൻ പറയും. എന്നിട്ട് സെയിം ആ ബയോമെട്രിക്സിന്റെ ആ സ്ഥലത്തേക്ക് തന്നെ ഒന്നും കൂടി എക്സാമിന് വിളിക്കും. റിട്ടേൺ എക്സാം. യെസ്, അതായത് അവരവിടെ നമുക്ക് പേപ്പർ തരുകയും ചെയ്യും. പേയ്മെന്റ് കാര്യങ്ങൾ വാങ്ങുന്ന ആള് നമുക്ക് റിട്ടേൺ എക്സാമിന്റെ പേപ്പർ റിട്ടേൺ എക്സാം ഒരു പേപ്പർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം. അതിനൊരു സ്ഥലം ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കുറച്ച് ക്വസ്റ്റ്യൻ, എത്ര 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ. അപ്പോ അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈം തന്നെ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിന്റെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഞാൻ ITB ട്രേഡ് ആയതുകൊണ്ട് എന്നോട് മോസ്റ്റ്ലി ചോദിച്ചത് ട്രേഡ് റിലേറ്റഡ്, അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് ആദ്യം പോവാം. അവിടെ നമുക്ക് ആ എക്സ്പീരിയൻസ്, അതായത് ആ എക്കണോമിക്സിലുള്ള ആൾക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യനും അനക്ക് വേറെ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത് അല്ലേ? അപ്പൊ ഈ അവന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു. അതായത് ഓരോ എന്താ പറയാ, മോസ്റ്റ്ലി എന്താ പറയാ, പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടായത്. എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിന്റെ ഫുള്ള് പ്രോബ്ലംസ് ആണ്. അതായത് എന്താ പറയാ, സ്റ്റാറ്റി വൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്റേത് ഫുള്ള് തിയറി. അതായത് 10 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് എന്റെ അടുത്ത് അനക്ക് ഓർമ്മല്ലേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ ചോദിച്ചത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഓർമ്മ. അനക്ക് ഓർമ്മ ഉണ്ട് എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ? കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട്. എന്നാലും പറയാൻ പറ്റും. ഓർമ്മയില്ലെന്ന് പറയാൻ പറ്റും. ഓർമ്മയില്ലെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം വണ്ടിയിൽ പോയിട്ട് നമുക്ക് കണ്ടിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയാ 10 ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയില്ലതൊക്കെ ഒന്ന് പറയുക, എങ്ങനെ ആൻസർ ചെയ്ത്. എന്നോട് മെയിൻ ആയിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ ഒന്ന് ഈ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാ ചോദിച്ചത്. കാരണം സബ്ജക്ട് എടുത്ത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ബിസിനസ് ആണ്. അപ്പോൾ കൂടുതലും അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക അല്ലേ? ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാ ചോദിച്ചത്. എല്ലാ ക്വസ്റ്റ്യൻസ് അതിൽ മെയിൻ ആയിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിന്റെ കറൻസി. ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായത് റഷ്യന്റെ കറൻസി, അത് റഷ്യൻ റൂബിള് എന്താണ് കറൻസി എന്ന് മാത്രം. റഷ്യന്റെ കറൻസി ഏതാന്ന് ചോദിച്ചാൽ അത് റഷ്യൻ റൂബിൾ എന്നില്ല, അത് ആൻസർ ചെയ്യാം. അതേപോലെ എന്താ പറയാ, അതേപോലെ ചൈനന്റെ കറൻസി ചോദിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. റഷ്യന്റെ കറൻസി ഏതാ, ചൈന സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമുക്ക് 1 വേർഡ് ആയിട്ട് അത് ആൻസർ മാത്രം ചെയ്താൽ മതി. അതേപോലെ ചോദിച്ചത് എന്താ പറയാ, പിന്നെ നമ്മളെ ട്രേഡ് റിലേറ്റ് ചെയ്തിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ WTO എന്നുണ്ടാവില്ല, അതിന്റെ ഫുൾ ഫോം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്, അതൊക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസ്, 1 വേർഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അതേപോലെ IMF ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പൊ അതിന്റെ എവിടെയാണ്, അപ്പോ സ്റ്റുഡന്റ് മെയിൻ ആയിട്ട് ITB സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ട്രേഡ് റിലേറ്റ് ചെയ്തിട്ട് WTO IMF ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അത് കൂടാണ്ട് വന്നതാണ് ഈ ഓരോ രാജ്യങ്ങളുടെ കറൻസിനെ പറ്റിയിട്ടുള്ള ട്രേഡ് വൈസ്. പക്ഷെ നമ്മൊരു എന്താ പറയാ, എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻസ് ആണ് ഓരോ രാജ്യത്തിനെ പറ്റി കറൻസി ഏതാന്ന് ചോദിക്കാന്നുള്ളത്. പിന്നെ അതേപോലെ പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഒരു ഔൺസ് ഗ്രാം എന്നുള്ള സംഭവം എന്ത് അളക്കാൻ വേണ്ടി, എന്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാന്ന് ചോദിച്ചു. ട്രേഡ് ഗോൾഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഗോൾഡ് എന്താ പറയാ, ഇന്നത്തെ ഒരു ഗോൾഡ് മെയിൻ ആയിട്ട് എല്ലാവരും സ്റ്റോക്കിലായാലും ട്രേഡ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഞാൻ അതേപോലെ അറിയാത്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്യല്, ജസ്റ്റ് ഞാൻ 3 ക്വസ്റ്റ്യൻസ് എന്താ പറയാ, എനിക്ക് ആൻസർ അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിൽ
ആകെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. അതിൽ 3 ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല, പക്ഷെ ആരും അങ്ങനെ ട്രൈ ചെയ്യണ്ട. അതിൽ ഡിപ്പെൻസ് എന്താ പറയാ, ലക്കാണ്. ഞാൻ എങ്ങനെ അറിയില്ല എന്നില്ല, കുറച്ചും കൂടി ജെന്യൂൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇല്ല, അതിലും കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആരും ഇതുപോലെ എഴുതിയേക്കരുത്, അനുകരിക്കണ്ട. അത് റോങ് ആയിട്ട് വരും. കാരണം 10 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞ് അതില് ബാക്കി 2 ക്വസ്റ്റ്യൻ തെറ്റ് ചെയ്ത ബാക്കി അവൻ 5 ക്വസ്റ്റ്യനുള്ളൂ കറക്റ്റ് ആൻസർ ചെയ്തിട്ടില്ലേ. അപ്പൊ ഒക്കെ ലക്കാണ്. പിന്നെ വെച്ചാൽ റിട്ടൺ എക്സാം എന്തായാലും ഉണ്ടാവും. അതായത് റിട്ടൺ എക്സാം കഴിഞ്ഞ് ഞാൻ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഇന്റർവ്യൂവർ എന്താ പറയാ, ഇന്റർവ്യൂവിന് ശേഷം എന്നോട് ചോദിച്ചു, നീ ഓൾറെഡി അവിടെ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്തിനോ? അങ്ങനെ ചെയ്യാത്ത ആൻസർ ഷീറ്റ് ഉണ്ടാവും, അതുണ്ടാവില്ല. അത് എന്താ പറയാ, ഈ ബയോമെട്രിക്സ് അവർക്ക് സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അകത്തേക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് പിന്നെ നോർമലി ഉണ്ടാവുന്ന ഇന്റർവ്യൂ ഉണ്ടാവും. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തിനു ചെക്ക് ചൂസ് ചെയ്തു, പിന്നെ ചെക്കിലുള്ള ആളോ ചോദിക്കാതോ ചെക്കിലുള്ള ആൾക്കാരെ അവിടെ ഇരുന്നിട്ടാണ് ഒരു മിററിന്റെ ഒരു ഗ്ലാസിന്റെ അപ്പുറത്താണ് അത് എന്താ പറയാ, മെയിൻ ആയിട്ട് എന്തിന് ചെക്ക് ചൂസ് ചെയ്തു, അത് എന്താ പറയാ, നമുക്ക് ഈ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള നോളജിനെ പറ്റിയിട്ടും രാജ്യത്തിനെ കുറിച്ചിട്ടും യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും എന്താ പറയാ, മെയിൻ ആയിട്ട് അവർ ചോദിച്ചതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിന്റെ അഡ്രസ്, നിങ്ങൾക്ക് എങ്ങനെ, അതായത് നിങ്ങളെ അക്കോമഡേഷൻ, ഓൾറെഡി നമുക്കൊരു അക്കോമഡേഷൻ കോൺട്രാക്ട് ഉണ്ടാവും, അവിടുന്ന് എങ്ങനെ അക്കോമഡേഷൻ നിങ്ങൾ എങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങൾ നമ്മളെ എംബസിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കോഴ്സിനെ കുറിച്ചിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം, നമ്മള് ഈ ചെക്കിനെ കുറിച്ചുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അവിടുത്തെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം അറിയണം. എന്താ പറയാ, അതേപോലെ എന്നോട് അതേപോലെ പറഞ്ഞ വെച്ചാൽ നിനക്ക് ചെക്കിനെ പറ്റി അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോ, ഞങ്ങള് നോട്ട് ചെയ്തോളാന്നുള്ള കാര്യങ്ങൾ. ഞാന് എന്താ പറയാ, ഒന്ന് ഇവിടുത്തെ സേഫസ്റ്റ് കൺട്രി ആണ്, അതേപോലെ എന്താ പറയാ, മാക്സിമം ഈ ചീപ്പാണ് ഫീന്റെ കാര്യത്തിൽ, പക്ഷെ അത് പറയാണ്ടിരിക്കുന്നതാ സുഖം. കാരണം നമ്മളടുത്ത് ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മൾ ചീപ്പായതുകൊണ്ട് ചൂസ് ചെയ്ത് എന്താ പറയാ, നമുക്ക് ഇനിയും ആ ഒരു ഫണ്ടിന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യാണ്ടിരിക്കുന്നത് സുഖം. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, നമുക്ക് കൾച്ചറിനെ പറ്റി പഠിക്കാം. നമ്മളിപ്പോ ട്രേഡ് പഠിക്കുന്നതാണെങ്കിൽ എന്താ പറയാ, ഇന്ത്യയിൽ നമ്മൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ എന്താ പറയാ, 2 കൺട്രീസിൽ ഒരു ഡിഫറൻസ്, യൂറോപ്പിൽ ട്രേഡ് കാര്യങ്ങൾ നടക്കുന്നതായാലും അങ്ങനെ കാര്യങ്ങൾ പറയാം. നമ്മള് ഫീസ് കുറവാന്ന് അങ്ങനെ പറഞ്ഞാല് ഒരു ബാഡ് ഫീലിങ്സ് കൊടുക്കാണ്ടിരിക്കുന്നതാ സുഖം. അത്രയൊക്കെയാണ് ശ്രദ്ധിക്കണം. നമുക്ക് ഇനി ഇവന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്റെ അടുത്ത് എന്തൊക്കെ അമേരിക്കുന്ന അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചത്, എങ്ങനെയാണ് എന്റെ എക്സ്പീരിയൻസ്? എന്നോട് ഫസ്റ്റ് അവർ ചോദിച്ചത് എന്താ വെച്ചാല്, എന്റെ അടുത്ത് സെയിം എക്സ്പീരിയൻസ് അതേപോലെ തന്നെയാണ്. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സ് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടുന്ന് എക്സാമും കാര്യമൊന്നുമില്ല, എക്സാം ഒന്നുമില്ല. പിന്നെ ഇതിന് ശേഷം നമുക്ക് സാധാമാതിരി ഇന്റർവ്യൂ സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇവന്റെ പോലെ ഫസ്റ്റ് പേപ്പർ തന്നില്ല. പിന്നെ ഞാൻ അവിടെ പോയതിനു ശേഷം ഇതേമാതിരി ഫസ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞു, ഞാൻ പോലീസാണ്, അപ്പൊ നല്ല സത്യം മൊത്തം പറഞ്ഞു കണ്ട് ഒരു അതെ ചെക്കിലാണ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്, വലിയൊരു പ്രശ്നമൊന്നുമില്ല, നല്ലൊരു ഇതിലാണ്. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ നല്ല രീതിയിൽ എനിക്ക് പിന്നെ അല്ല ഫസ്റ്റ് ആയിട്ടാണ് ഇതിൽ പോണത്, ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് നമുക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ സുഖമായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറി ഫസ്റ്റ് ഇതേമാതിരി ചെക്കിനെ പറ്റി ഒന്ന് ചോദിച്ചു, ചെക്കിന്റെ പ്രൈം മിനിസ്റ്റർ എന്തൊക്കെ ചോദിച്ചു, അറിയായിരുന്നോ? അതെനിക്ക് അറിയുന്നു, ചെക്കിന്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ ചോദിച്ചപ്പോ അപ്പൊ സെറ്റാക്കി പോയത്. പിന്നെ അതേമാതിരി ഈ ഞാൻ ചെക്കിനടുത്തുള്ള ഈ പ്രാഗ് അതേമാതിരി പറഞ്ഞ മാപ്പിനെ പറ്റി മാപ്പ് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിരുന്നു, പക്ഷെ എന്നോട് ഇതല്ല ചോദിച്ചത്. എന്നോട് ചെക്കിന്റെ അടുത്തുള്ള ജർമ്മനി പോളണ്ട് ഇതില് അതായത് മാപ്പ് കാണിച്ചു തന്നിട്ട് ചെക്ക് അല്ലാണ്ട് ജർമ്മനി അവിടെ പോളണ്ട് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല, ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബോർഡർ ഞാൻ കറക്റ്റ് ഞാൻ 2 സൈഡിലാണ്. അതൊരു വലിയ മാപ്പ് എങ്ങനെയാണ് അവർ കാണിച്ചത് മാപ്പിലോ? അതായത് ചെക്കും ജർമ്മനിയും പോളണ്ടൊക്കെ ഉൾപ്പെടുന്ന ഒരു മാപ്പ് കാണിച്ചത്. പേരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് മാപ്പ് മാത്രം. അത് നോട്ട് ചെയ്ത് വെച്ചോ, അവർക്ക് അതൊരു ചെക്ക് മാത്രം പഠിച്ചു വരുന്നത് പ്രതീക്ഷിച്ചില്ല, പഠിച്ചു പോകണം. ഞാൻ കറക്റ്റ് നോക്കിയത് മാപ്പ് എന്താ ചോദിച്ചിരുന്നു, എന്നോട് ചെക്ക് എവിടെയെന്നൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, എന്റെ തൊട്ട് മുമ്പ് പോയിട്ട് വന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു. ഓക്കെ എന്നിട്ട് പിന്നെ അടുത്തത് കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞ് ഇതേമാതിരി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇത് ചോദിച്ചു. അയ്യും ട്രേഡ് ആവുകൊണ്ട് എനക്കും അത് കുറച്ചൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് ടിക് എക്സാം ആയിരുന്നു. ടിക് എക്സാം, അതായത് പിന്നെ പോലെ റിട്ടേൺ എക്സാം അല്ല. അതായത് ആദ്യം എന്റെ ഇന്റർവ്യൂവിന് ശേഷമാണ് ഉനക്ക് പേപ്പർ എന്നത് എക്സാം എഴുതാൻ? അതോ അല്ല, എനിക്കുണ്ടായത് സെപ്റ്റംബറിലായിരുന്നു. സെപ്റ്റംബർ 29 എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ബയോമെട്രിക്സ് കഴിഞ്ഞ ശേഷം പിന്നെ സെപ്പറേറ്റ് റൂമിൽ തന്നെയാണ് ഇന്റർവ്യൂ എക്സാം അതുണ്ടായിരുന്നത്. മൊത്തം 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ പേപ്പറിൽ. മൾട്ടിപ്പിൾ ഓരോ ക്വസ്റ്റ്യന് 4 ആൻസർ ഉണ്ടാവും. നമുക്ക് 25 അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശരിയാണോ അല്ലേ പിന്നെ നോക്കിയാൽ മതി. അപ്പൊ 25 അറ്റൻഡ് ചെയ്തു. ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ എത്ര കറക്റ്റ് ആൻസർ ഉണ്ടാവുക? അത് ചെയ്ത് അപ്പൊ തന്നെ പുള്ളി ഇങ്ങനെ ചോദിക്കും, ഇത് ഫുള്ള് ഓക്കെ അല്ലേ, ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു ആൻസർ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ പുള്ളി എന്ത് ചെയ്ത് ഫസ്റ്റ് വൺ റോങ്. പുള്ളി അപ്പൊ തന്നെ വാല്യുവേഷൻ ചെയ്യും. നല്ല ഫുള്ളി അപ്പൊ തന്നെ ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 20 ക്വസ്റ്റ്യനിൽ ഒരു 4-5 എണ്ണം തെറ്റാണ്, ബാക്കിയൊക്കെ ശരിയാണ്. 25 4 തെറ്റ്, ബാക്കിയൊക്കെ. പക്ഷെ ഒക്കെ അത്യാവശ്യം ഒക്കെ നമുക്ക് അറിയുന്ന എനിക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ട്? എന്താ നമ്മൾ പോണ മുന്നേ ജസ്റ്റ് നോക്കണല്ലോ നമ്മള് കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കൺട്രിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഓർമ്മ ഉണ്ട് എനിക്ക്? അതിൽ എന്തെങ്കിലും ജസ്റ്റ് ആ ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് കോഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതെ, പിന്നെ കോഴ്സിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. 25 എനിക്ക് മാത്തമാറ്റിക്സ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല. ട്രേഡ് ITB ആയിട്ടുള്ള വളരെ, അതായത് പെട്ടെന്ന് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് നോർമലി ഒരു ബേസിക് അറിയുന്ന ഒരാൾക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ നോക്കാണ്ട് തീരും പോലും. അത്യാവശ്യം നമ്മൾ കോഴ്സിനെ കുറിച്ച്, കൺട്രീനെ കുറിച്ചിട്ട്, നമ്മൾ എന്ത് കോഴ്സ്, അതിന്റെ ലോകവിവരങ്ങളും മൊത്തം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ട്രേഡ് സെന്റർ, അതേപോലെ കറൻസി, ഈ IMF, ആ രീതിയിലുള്ള കാര്യങ്ങള് എന്തായാലും നോക്കിട്ട് പോണല്ലേ. അപ്പൊ നമ്മളിപ്പോ ITB പോകുന്നത്, അപ്പൊ അത് എക്കണോമിക്സ് പോണാല് എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മോസ്റ്റ്ലി ഉണ്ടായത് ഈ സ്റ്റാറ്റി വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. അവരിന്ന് പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു. അവര് ഫുൾ അതില് പ്രോബ്ലം ചെയ്യുന്നുണ്ട്. എന്റേത് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പരിപാടി അപ്പോ ഓരോ കോഴ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 2 പേരും സെയിം കോഴ്സാണ്, പക്ഷെ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ എക്സാം ആയിരുന്നു, എനിക്ക് ടിക്ക് ഇടേണ്ട ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എംബസിയിൽ എങ്ങനെയാണ് കാര്യം. പക്ഷെ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, സിമ്പിൾ ആണ് മൊത്തം. നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ വായിക്കാനും എഴുതാനും അറിയുന്ന ഒരാൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. അതായത് എക്സാം അല്ല, ശരിക്കും ഇന്റർവ്യൂ പോലെയാണ് നമ്മൾ ഇതുണ്ടാവുക. കമ്മ്യൂണിക്കേഷൻ റെഡി ആയാലും തന്നെ നമ്മള് ലാംഗ്വേജ് ഒരു മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത് ഓർക്കും ലാംഗ്വേജ് വലിയ നമ്മളൊരു രീതിയില് ഒരു അമേരിക്കൻ സ്ലാങ്ങിലാണ് അവരും ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ആൾക്കാർ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പൊ അവർ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ അവർ ചോദിക്കും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ, ഫ്ലുവന്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. കാരണം ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാമിനാണ് ഇവിടെ വരുന്നത്, അത് അവർ ശ്രദ്ധിക്കും. അപ്പൊ ആ സമയത്ത് എന്താ നമ്മൾ ഇംഗ്ലീഷ് ഓക്കെ എന്ന് പറയണം. ഞാൻ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇത്രയും ടൈം നമ്മളല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫ്ലുവന്റ് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഓക്കെ ഓക്കെ. അതുപോലെ എക്സാമില് വലിയ എന്റെ എക്സ്പീരിയൻസിൽ എക്സാമിൽ വലിയ ഇതില്ല. 10 ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം എന്തായാലും തെറ്റാണ്. എന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നോക്കി 25 എണ്ണത്തിൽ 4 തെറ്റിന്ന് പറഞ്ഞല്ലേ, ബാക്കി 6 സ്പോട്ടിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം അത് കഴിഞ്ഞ ആൾ എന്താ പറഞ്ഞത്, പിന്നെ എന്നോട് വെച്ച് ഇത് കഴിഞ്ഞപ്പോ എന്നോട് വെച്ച് ഇനി ഇത് വേണോ ക്വസ്റ്റ്യൻസ്, ആളെ കുറച്ച് ഫണ്ണി മൂടാക്കാം. അതെ, ഞാൻ വെറുതെ നിൽക്കുന്ന ധാരാളം. അപ്പൊ അതിനുശേഷം പിന്നെ പാർട്ട് ടൈം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞാൻ പാർട്ട് ടൈം ചെയ്യാൻ പ്ലാൻ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യണം. നമ്മളിവിടെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത്, അപ്പൊ നമ്മള് സ്റ്റഡീസ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ പാർട്ട് ടൈം വർക്ക് വിസിക്ക് മാറുന്ന വെച്ചാൽ ചാൻസ് കിട്ടിയ മാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു തരും. അപ്പൊ തന്നെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കൽ ഫണ്ട് റോൾ ചെയ്യുന്ന കാര്യങ്ങൾ പാരന്റ്സ് ചെയ്യും. അതേപോലെ അവരെന്താ 2 ആളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്റെ അടുത്താണ് ചോദിച്ചോ ഫണ്ട് ഫാദർ സ്വന്തമായിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വേറെ വന്നോ അവിടെ നിന്ന്? കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം ആ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ ഇനി ബാക്കി കാര്യങ്ങൾ അറിയിക്കാൻ പോയിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ.
അതെ. ആ ഒരു എക്സ്പീരിയൻസ് ആണ് അത്ര. ടെൻഷനും കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ഫസ്റ്റ് ടൈം പോകുമ്പോൾ അനക്കുണ്ടായിരുന്നു ടെൻഷൻ, നല്ല ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് മുഖത്ത് കാണിക്കരുത്. നമ്മളിപ്പോ ഫസ്റ്റത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലും അത് ഓക്കെ ആണെങ്കിൽ തന്നെ പിന്നെ ആ ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻ വരും. മെയിൻ ആയിട്ട് രാജ്യത്തിനെ പറ്റിയിട്ടും വരുന്ന യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും ഇവിടെ വന്നിട്ട് നമ്മളൊരു എന്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം വലിയ കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ഒരുപാട് ആൾക്കാർ എംബസി ഇന്റർവ്യൂ ഉണ്ടാവും. പക്ഷെ അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് നമ്മള് എംബസി ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഇവരും കഴിഞ്ഞു വന്നപ്പോ എനിക്ക് ഇതിന് മുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം എംബസി എന്തായിരിക്കും, അയ്യോ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ. കഴിഞ്ഞപ്പോ നമുക്ക് ഓക്കെ, നമ്മള് വരുന്ന സ്റ്റുഡൻസിന്റെ ഒന്നും പറയും ഇത് വലിയ സംഭവമൊന്നും അല്ല, നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മതി എന്നല്ല പറയും. പക്ഷെ എന്നാലും സ്റ്റുഡൻസിന്റെ ടെൻഷൻ ഉണ്ടാവും. എന്താ ചെയ്യുക, എന്തെങ്കിലും ചോദിക്കുക, റിജക്ഷൻ കൂളായി പോവുക. കാര്യങ്ങൾ നമ്മൾ പഠിക്കണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവാം. നമ്മൾ ഫണ്ടിന്റെ കാര്യത്തിൽ എന്താ പറയാ, നമ്മളടുത്ത് ഒന്നും ഫണ്ടില്ല, അതായത് നമ്മളിവിടെ ഒന്ന് വർക്ക് ചെയ്യോ, അവർ ഇതുവരെ റിജക്ഷൻ വന്ന ഇപ്പൊ എന്റെ ഒന്നിച്ചിന്റെ ആൾക്കാർക്ക് റിജക്ഷൻ വരുന്നത് നമ്മൾ എന്താ പറയാ, അവർക്ക് നമ്മൾ സ്റ്റഡീസിന് വരുന്നതല്ല മൈഗ്രേഷൻ ആണ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതി തോന്നിയാൽ മാത്രമേ റിജക്ഷൻ വരും. അല്ലെങ്കിൽ റിജക്ഷൻ വരില്ല. നമ്മള് ഫണ്ട് ഉണ്ട് പഠിക്കാനാണ് വരുന്നത് മാത്രം. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്റൻഷൻ ക്ലിയർ ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ പല ആളുകളായിട്ട് നമ്മളെ ചാനലിലേക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ പുതിയ 2 സ്റ്റുഡൻസ് അവരെ എംബസി ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അടുത്ത് നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.